purpose. അതുകൊണ്ട് ദൈവം രാജാക്കന്മാരുടെ മേലും, That's why God chooses. ദൈവം ന്യായാധിപന്മാരുടെ മേലും, God chooses kings, ദൈവം പ്രവാചകന്മാരുടെ മേലും, judges and ദൈവം prophets. തന്റെ അഭിഷേകത്തിന്റെ ആത്മാവിനെ പകർന്നു. God filled them with the presence അവർ of the Lord. അമാനുഷികമായ ദൈവപ്രവൃത്തികൾ തന്റെ ആത്മാവിനാൽ ചെയ്തെടുക്കുവാൻ കഴിഞ്ഞു. They have done the extra supernatural works through them. ആമേൻ. Hallelujah. എന്നാൽ ആ ഒരു ദൈവിക പർപ്പസ് ചെയ്തു കഴിഞ്ഞതിന് ശേഷം Once they finished the work, ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും സ്വർഗ്ഗത്തിലേക്ക് മടങ്ങിപ്പോയി. the presence of the Lord returned to heaven. എന്നാൽ ആ ആത്മാവിനാൽ ദൈവത്തിന്റെ പ്രവർത്തികളെ ചെയ്തെടുത്ത ഭക്തന്മാർ, So the man who fulfilled the purpose of the God, അവരിൽ ആരും ദൈവത്തിന് മുൻപാകെ ഈ ആത്മാവിന്റെ ആ ഒരു നിറവിന് വേണ്ടി ഇനി ഞങ്ങൾ കാംക്ഷിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചതായി നമുക്ക് കാണുന്നില്ല. they ശ്രദ്ധിക്കണേ. didn't have the thirsty to be filled by the Holy Spirit every time. ഇവരാരും ദൈവത്തിന്റെ മുൻപാകെ കരഞ്ഞതായി കാണാൻ We കഴിയുന്നില്ല. can't see them, or they had the thirsty for the presence എന്നാൽ of the നമുക്ക് Lord. ഒരു വ്യക്തിയെ കാണാൻ So കഴിയുന്നുണ്ട്. we can see a man. അവൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി മനസ്സിലാക്കി. He realized the power of the Holy അത് Spirit. മറ്റാരുമല്ല, ദാവീദായിരുന്നു. He's none of them. It is ദാവീദ് David. തന്റെ ജീവിതത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞു, David realized that എനിക്ക് സൈന്യമുണ്ട്, I have a people. എനിക്ക് അനേക സൈന്യത്തിന്റെ ബാഹുല്യമുണ്ട്. I have the power of the soldiers. ഹാലലൂയ. എന്റെ മുമ്പിൽ കടന്നു വരുന്ന സൈന്യബലത്തെ I can see the enemies. അവർ ആയിരം പേർ എന്റെ മുമ്പിൽ പാളയമിറങ്ങിയാലും There are thousands of enemies in അവരെ front of me. ജയിക്കാൻ കഴിയും എനിക്ക്. I can overcome അത് them. ഞാൻ ജയിക്കുന്നത് ഈ എന്റെ കൂടെയുള്ള സൈന്യബലത്താലല്ല, I'm not overcome this എന്റെ through കൂടെ my ഒരു power. ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. I have the Holy Spirit in എന്റെ me. കൂടെ ഉള്ളത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. I have the power of the ആ Spirit. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ ഞാൻ ഈ ജനത്തെ, ഈ എന്റെ നേർക്ക് വരുന്ന സൈന്യബലത്തെ ഞാൻ ജയിക്കും. I will overcome the enemies through the presence of the ഇതിന്റെ Lord. നല്ല ഉറപ്പ് ദാവീദിനുണ്ടായിരുന്നു. David has that confidence. പ്രിയരെ, ഈ ജയങ്ങളെല്ലാം ദാവീദ് നേടിയെടുത്തിട്ട്, David has this ശ്രദ്ധിക്കണേ, successful life. ദാവീദ് ജയിച്ച് ഭവനത്തിലേക്ക് മടങ്ങി വന്നു. When he win the battles, ദൈവത്തിന്റെ സാന്നിധ്യത്താൽ ഈ ജയം നേടിയെടുത്ത് മടങ്ങി വന്ന ദാവീദിനെ പുകഴ്ത്തുവാൻ തക്കവണ്ണം ആയിരം പേർ വീതികളിൽ ഉണ്ടായിരുന്നു. there are a lot of people who were waiting for David to be അവനെ praised. അഭിനന്ദിക്കുവാൻ ആൾക്കാരുണ്ടായിരുന്നു. There are a lot of people appreciated എന്നാൽ David. ഭവനത്തിൽ മടങ്ങി വന്ന ദാവീദ്, When David came back to home, ദാവീദിന് ഒരു കാര്യം മനസ്സിലായി. he realized one thing. അവൻ എന്തോ ഒരു ശൂന്യത മനസ്സിലാക്കാൻ കഴിയുന്നു. He felt an emptiness in his life. എന്താണ് ആ ശൂന്യത? What was the emptiness? അവൻ യുദ്ധത്തിന് അവനെ നയിച്ച ദൈവത്തിന്റെ ആത്മാവ് അവന്റെ കൂടെ ഇല്ല. He realized that the presence of the Lord was no more with him. യുദ്ധത്തിന് അവന്റെ കൂടെ നിന്ന് അവനെ അഭിഷേകം ചെയ്ത, അവനെ ജയിക്കുവാൻ വേണ്ടി നയിച്ച ആ ആത്മാവിന്റെ ശക്തിയുടെ ചോർച്ച അവൻ അനുഭവിക്കുന്നു. He realized that the one who make him win, the presence of the Lord was not with him anymore. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് അവനോട് പ്രാർത്ഥിക്കുകയാണ്. He started to pray. എന്താ പ്രാർത്ഥിച്ചെന്നറിയാമോ? What did he pray? ദൈവമേ, നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന്